എയ്ഡഡ് സ്കൂൾ കളക്റ്റീവിലെ നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സിൻ്റെ പ്രതിനിധികളായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കേരള പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നട്ടലാണ് എയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ സമഗ്രമായ സംഭാവനകൾ നൽകിയിരിക്കുന്നത് എയ്ഡഡ് സ്കൂളുകളാണ്. ആ എയ്ഡഡ് സ്കൂളുകളിൽ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന എല്ലാവിധമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകളും എല്ലാ കാര്യങ്ങളുമായിട്ടും കേട്ടിട്ടും പാസ്സായിട്ട് വന്നിട്ട് 5 വർഷമായി ശമ്പളമില്ലാതിരിക്കുന്ന അധ്യാപകരാണ് ഞങ്ങൾ. ഞങ്ങളുടെ അഡീഷണൽ പോസ്റ്റുകളിൽ 1:1 ഭിന്നശേഷി മുതലായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ നിയമനങ്ങൾ തടഞ്ഞു വെക്കുകയും ഞങ്ങളെ ജീവിക്കാനും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വഴിമുട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടും ഞങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. 2010 മുതൽ നാളിന്ന് വരെ അഡീഷണൽ പോസ്റ്റുകളിൽ അധ്യാപകരെ നിയമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 2 തവണ അപ്രൂവൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്. പക്ഷേ 2021 ശേഷം നാളിന്ന് വരെയും 1:1 പ്രകാരമുള്ള അപ്രൂവലുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ, അക്കാദമിക് പ്രവർത്തനങ്ങൾ മുതലായ കാര്യങ്ങളിൽ ശക്തമായ ഇടപെടലുകളും ശക്തമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായിരിക്കുന്ന അധിക തസ്തികകളിൽ നിയമനങ്ങൾ നടത്തുമ്പോൾ 1:1 വിട്ടുകൊടുത്താൽ പോലും അധ്യാപകരെ ലഭ്യമല്ലാത്തൊരു സാഹചര്യവും ഞങ്ങളുടെ സ്കൂളുകളിൽ ഉണ്ടാകുന്നുണ്ട്. അത് സ്കൂളിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങളെയും കുട്ടികളുടെ ഭാവിയെയും സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾക്കും കുടുംബങ്ങളുണ്ട്. ഞങ്ങളുടെയൊക്കെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചവരാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു അധിക തസ്തിക സ്കൂളിൽ നിലവിൽ വരുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അപ്രൂവൽ കിട്ടുന്നില്ല എങ്കിൽ ഞങ്ങളുടെയൊക്കെ കുടുംബം പട്ടിണിയാകുന്ന ഒരവസ്ഥയാണ്. ആത്മഹത്യയുടെ വക്കീലാണ് ഞങ്ങൾ. ഇപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ ഏകദേശം 1100 അധ്യാപകരാണ് ഈ അധിക തസ്തികയിൽ അപ്രൂവൽ കിട്ടാതെ ജോലി ചെയ്യുന്നവർ. ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ബലത്തിലാണ് കുട്ടികളെ സ്കൂളുകളിലേക്ക് മാതാപിതാക്കൾ അയക്കുന്നത്. പക്ഷേ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ 2010 മുതൽ ഈ 1:1 പേരിൽ ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് സ്റ്റേ ചെയ്തേക്കുവാണ്. ആ ഒരു കേസ് നിലനിൽക്കെ തന്നെയാണ്, നിയമ തടസ്സമില്ലാത്തത് കൊണ്ട് മാത്രമാണ് 11-ലും 16-ലും 2021-ലും ആ ഒരു ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അധിക തസ്തികയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് നിയമനം ലഭിച്ചത്. പക്ഷെ ആ ഒരു ഓർഡർ 2026 മാർച്ച് വരെ ഞങ്ങൾക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരുവാണെങ്കിൽ ഈ കേരളം ഒട്ടാകെ അധിക തസ്തികയിൽ ജോലി ചെയ്യുന്ന 1100-ലേറെ അധ്യാപകരുടെ കുടുംബം രക്ഷപ്പെടും. എൻ്റെ പേര് ഷവിജ. ഞാൻ പാലക്കാട് ജില്ലയിലെ ഒരു എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് ഇതേപോലെ വർക്ക് ചെയ്യുന്ന ഒട്ടനവധി ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുടനീളം ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ 1100ഓളം അധ്യാപകര് ഇതുവരെ 5 വർഷമായിട്ട് 1 രൂപ പോലും ശമ്പളം വാങ്ങിക്കാതെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളിൽ ഇതുവരെയും ഒരു വീഴ്ച പോലും വരുത്തിയിട്ടില്ല. ഇപ്പൊ ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മറ്റു കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടം തന്നെയാണ്. കാരണം 5 വർഷമായിട്ട് നമുക്ക് 1 രൂപ പോലും കിട്ടാതെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ടീച്ചറെ സംബന്ധിച്ച് ആ ടീച്ചറുടെ ഡ്യൂട്ടി ഒരിക്കലും 10 to 4 ഒതുങ്ങുന്നില്ല. 10 to 4 കഴിഞ്ഞാലും ടീച്ചർ അപ്പോഴും അലേർട്ടായിട്ടിരിക്കേണ്ട അവസ്ഥയാണ്. ആ ടീച്ചർ വർക്ക് ചെയ്ത് രാത്രി ചിലപ്പോൾ 10 മണി വരെയും പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഇങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഗവൺമെന്റ് തരുന്ന കുറേ വർക്കുകൾ, ഇതെല്ലാം നമ്മൾ കൃത്യതയോടെ ചെയ്തിട്ടും പകുതി ടീച്ചേഴ്സിന് ശമ്പളവും പകുതി ടീച്ചേഴ്സിന് ശമ്പളമില്ലാത്തൊരവസ്ഥയും എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു ശാശ്വത പരിഹാരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇത്രയും കാലം 5 വർഷം, ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന അടുത്ത വർഷം കിട്ടും, അല്ലെങ്കിൽ ഈ വർഷം അവസാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഈ പ്രതീക്ഷയെല്ലാം അവസാനിച്ച്
വേറൊരു ജോലിക്ക് പോകാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്കോ പോലും ആ പൈസ തികയുന്നില്ല. ഇപ്പൊ സ്കൂളുകളാണെങ്കിലും ദൂരെയായിരിക്കാം, ആ ദൂരെയുള്ള സ്കൂളിലേക്ക് പോകാനുള്ള ആ ഒരു ബസ് കൂലി പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഞങ്ങളെ പോലുള്ള ടീച്ചേഴ്സ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് 1:1 എന്നുള്ള ഒരു വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം ഈ ഒരു 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയും കൂടിയാണ്.